കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പെൻബോക്സ് സ്ഥാപിച്ചു. അധ്യാപിക ലിജിമോൾ എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് പേനകളുടെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പേപ്പർ പേനകളും മഷിപ്പേനകളും പ്രോത്സാഹിപ്പിക്കുക, ഉപയോഗപ്രദമല്ലാത്ത പ്ലാസ്റ്റിക് പേനകൾ ബോക്സിൽ നിക്ഷേപിക്കുക, ബോക്സിൽ നിന്നും ശേഖരിക്കുന്ന പേനകൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക എന്നീ പ്രവർത്തനങ്ങളിലൂടെയാണ് പെൻബോക്സ് പദ്ധതി നടപ്പിലാക്കുന്നത്. കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൻബോക്സ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒന്നാണ് പേനകൾ. ഇങ്ങനെ വലിച്ചെറിയുന്ന പേനകൾ മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് വലിയൊരു ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കുവാനായിട്ടാണ് ഈ പെൻബോക്സ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടികൾ ഉപയോഗിച്ച ശേഷം പുറത്തോട്ട് വലിച്ചെറിയാതെ ഈ പേനകളെല്ലാം ഈ ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പേനകൾ പരിസ്ഥിതിക്ക് ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പ്രോസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധ്യാപകരായ രാഹുൽ ദാസ് KR, മാത്യു ഫിലിപ്പ്, സിബി തോമസ്, സൈമൺ ജോയ്, റോഷൻ ജെയിംസ്, മാത്യൂസ് ജോർജ്, സിനി ജോസ്, ഡോണ ജോബി, നിമിഷ മുരളി, പിങ്കി ജോയ്, സിമി ജോൺ, സിസ്റ്റർ ടോമി, സിസ്റ്റർ ലൂസി, സിസ്റ്റർ നിഷ, ടീന ജോൺ എന്നിവർ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.